പക്ഷേ നമുക്ക് ഔഷധി അവിടെ ഗോഡൌണിൽ പ്രവർത്തകർ നടത്തിയ ഒരു അല്ലെങ്കിൽ തൊഴിലാളികളോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ കൂടുതലായി. ഇത് ഗോഡൌണല്ലേ? ഇവിടുന്ന് നിങ്ങൾ മരുന്ന് പിന്നെ രോഗികൾ കൊടുക്കുന്നുണ്ടോ? ഇവിടുന്ന് മെഡിക്കൽ സ്റ്റോറിനല്ലേ കൊടുക്കുന്നത്? മെഡിക്കൽ സ്റ്റോറിനല്ല, ഇത് ഔഷധി സെന്ററിനല്ലേ? പിന്നെ ആയുർവേദ ആശുപത്രിക്കല്ലേ കൊടുക്കുന്നത്? ഇവിടെ ആശുപത്രിയാണോ? അല്ലല്ലോ. അത് ആശുപത്രി അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഗോഡൌണിൽ ഇറക്കിയാൽ മതി. ഞാൻ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. പിന്നെന്താ ഒരു മിനിറ്റ്, നീ കൂടുതൽ ന്യായം പറയണ്ടേ? പണിമുടക്കല്ലേ ഞാൻ ആരുമല്ല. ന്യായം പറയുന്നത് ന്യായം പറയണം തോന്നുന്നു. അയാളല്ലേ ന്യായം പറഞ്ഞത്. അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ആശുപത്രിയിൽ കിടക്കാൻ മരുന്ന് വിതരണം ചെയ്യുന്ന ഔഷധിയുടെ ഒരു ഗോഡൌണിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനെ ബലം പ്രയോഗിച്ചും തെറി പറഞ്ഞും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച് പുറത്താക്കുന്ന ഈ തൊഴിലാളി സമര നേതാക്കളാണ് അന്യായം പ്രവർത്തിക്കുന്നത്. ഇത് മര്യാദകേടിന്റെ അങ്ങേയറ്റമാണ്. തൊഴിലാളി വിരുദ്ധതയുടെ ഏറ്റവും പ്രകടമായ രൂപമായി ഇത് മാറുകയാണ്. ഇതാണ് തൊഴിലാളി വിരുദ്ധത. മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ നമ്മുടെ സർക്കാർ ആയുർവേദ ആശുപത്രികളിലേക്ക് വരെ മരുന്ന് എത്തിക്കുന്ന ഔഷധിയുടെ ഗോഡൌണിൽ നിന്ന് ഒരു ജീവനക്കാരനെ തെറി പറഞ്ഞും നീ ന്യായം പറയുന്നു എന്ന് അവനോട് ചൊടിച്ചും അവനെ പിടിച്ചു പുറത്താക്കുന്ന തൊഴിലാളി സമരമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലമേറെ മാറി എന്ന് തിരിച്ചറിയാത്ത തൊഴിലാളി നേതാക്കളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നതെന്നതിൽ ഒരു തർക്കവുമില്ല. ഇങ്ങനെയല്ല തൊഴിലാളി ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത്. അല്ലെങ്കിൽ കാലാകാലം ഒരു ആചാരം അനുഷ്ഠാനം എന്ന കലക്കെ ഓണവും ക്രിസ്മസും ആഘോഷിക്കുന്നത് പോലെ ഒരു ആഘോഷമായി മാറ്റേണ്ടതല്ല ഇത്തരം സമരങ്ങൾ. അത് കൃത്യമായ കാര്യങ്ങൾ നിരത്തി സമരം ചെയ്യുമ്പോൾ അത് തൊഴിലാളികളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്നതാകരുത് എന്നതാണ്. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, ഇത് എന്തൊരു ഭീകരാന്തരീക്ഷമാണ്. ഒരാളെതാ ഇപ്പൊ തല്ലും എന്നുള്ളതാണ്. ആ കൈ ഞാൻ എന്റെ പരമാവധി പിടിച്ചു വെക്കുന്നു എന്ന നിലയ്ക്കൊക്കെയാണ്. ഒരു ആ ശബ്ദം പോലും അയാളോട് സംസാരിക്കുന്ന ഭാഷ നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്നത് എന്തൊരു ഭീകരാന്തരീക്ഷമാണ്, എന്തൊരു വൃത്തികേടാണ്. വൃത്തികേടെന്നൊന്നും പറഞ്ഞാൽ പോരാ മാധു. ഇതൊക്കെയാണോ തൊഴിലാളി സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ സമരം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അവരും ഒരു തൊഴിലാളിയാണ്. ആ തൊഴിലാളിയാ ക്യാമറ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ചെറുപ്പക്കാരൻ, ആ ജീവനക്കാരൻ മർദ്ദനമേൽക്കാതെ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ രാവിലെ കൊല്ലത്ത് KSRTC കണ്ടക്ടർ മർദ്ദനമേറ്റത് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ ആ വ്യക്തി മർദ്ദനമേൽക്കേണ്ടി വരും. പാലും പത്രവും മരുന്നുമൊക്കെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ നേതാക്കന്മാർ വലിയ രീതിയിൽ പ്രസ്താവന ഇറക്കിയതാണ്. പക്ഷേ അതൊന്നും അണികൾക്ക് യാതൊരു വിലയുമില്ല. ആ നേതാക്കന്മാരുടെ പ്രഖ്യാപനങ്ങൾക്കൊന്നും യാതൊരു പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മരുന്നെത്തിക്കുന്ന ഒരു കേന്ദ്രമാണ് ഔഷധിയുടെ പത്തനാപുരത്ത് പ്രവർത്തിക്കുന്നത്. തെക്കൻ ജില്ലകളിലേക്ക് മരുന്നെത്തിക്കുന്ന കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലെത്തി കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള സംസാരിച്ചുകൊണ്ട് തെറി വിളിച്ചുകൊണ്ട് ആ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയാണ്. അവിടെ ഒരു വനിതാ ജീവനക്കാരി ഉണ്ടായിരുന്നു. വനിതാ ജീവനക്കാരിയുടെയൊക്കെ ഇവർ പറയുന്നുണ്ട്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ ഭീഷണിയുണ്ട്. അത് നേരത്തെ അല്പം മുമ്പ് വന്ന വീഡിയോയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ജീവനക്കാരെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പത്തനാപുരത്തുണ്ടായത്.